ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു സർപ്രൈസ് വ്ലോഗായിട്ടാട്ടോ വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നാട്ടിലാണ്. അപ്പോൾ ഞാൻ എല്ലാവരും ചെയ്യുന്നല്ലോ തന്നെ വീട്ടിൽ വരുമ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അവരോട് പറയേണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് പാക്കിങ്ങും വരുന്ന എയർപോർട്ടിലെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ലേറ്റായി. കാരണം വന്നോടാണ് നല്ല പനിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പനി പിടിച്ച്. പിന്നെ ഫാമിലിയിൽ കുറേ മാരേജ് ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോഴാണ് ഫ്രീ ആയത്. പിന്നെ എന്താ പറയുക, അപ്പം ഞാൻ ഇത്തിരി ലേറ്റായിട്ട് ജൂൺ ആയപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി കിട്ടിയത് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് സർപ്രൈസായിട്ട് വരുന്ന ഒരു ഇതിൽ വന്ന് കയറുന്ന ഒരു എൻട്രിയിൽ കറക്റ്റ് സർപ്രൈസ് കഴിയുമ്പോൾ തന്നെ വീഡിയോ കട്ടാവുന്നതായിരിക്കും. കാരണം വീഡിയോ എടുത്ത ചേട്ടനാണ്. ചേട്ടനധികം ക്ഷമയില്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തു അപ്പം തന്നെ പോസ്റ്റൊക്കെ കട്ട് ചെയ്ത്. അപ്പം അങ്ങനെ ആയിക്കോട്ടെ ഒരു എൻഡിങ്. അങ്ങനെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂടൻ നാട്ടിൽ പോകാണ്ടോ. ഞാൻ വന്നിട്ട് ഏകദേശം ഒരു വർഷമാവാറായി വേല. അപ്പോൾ ഞാൻ ഇതുവരായിട്ട് ഇങ്ങനെ ഇത്രയും പിരിഞ്ഞിരുന്നിട്ടില്ല എൻ്റെ വീട്ടിൽ കയറി. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഞാൻ തന്നെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ 3 പേർക്ക് 3 പെട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ പുറപ്പെടുകയാണ് ഗൈസ്. ഹാപ്പി ജേർണി. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വന്നത് പുതിയ എയർപോർട്ടിലാട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പുതിയ എയർപോർട്ടിൽ പോകുന്നത്, അബുദാബിയിൽ. ചേട്ടൻ അന്ന് മോർണിംഗിൽ തന്നെ പോയി വന്നോളൂ, പഞ്ചാബിൽ പോയിട്ടുണ്ടായിരുന്നു ഓഫീസിൻ്റെതായ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ അന്ന് മോർണിംഗിൽ എത്തിയുള്ളൂ. അപ്പോൾ പുള്ളി നേരത്തെ പോയതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് എയർപോർട്ട് കേട്ടോ. ലുക്ക് ചെന്നുടനെ തന്നെ ഭയങ്കര കളിയായിരുന്നു. അവനെന്തോ മാളി ചെന്ന ഒരു എഫക്റ്റ് തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല വലിപ്പമുണ്ട്, നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ലൈറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഞങ്ങൾ 3 പേരും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടേച്ചത് എൻ്റെ ഒരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾ 3 പേരും വൈറ്റ് ടീഷർട്ടും അതുപോലെ തന്നെ ഗ്രീൻ കളറിലെ ജീൻസുമാണ് പ്ലാൻ ചെയ്തത്. ചേട്ടന് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ നല്ല ലൈറ്റ്സൊക്കെ കണ്ടുകൊണ്ട് ക്യാമറയിൽ കുറച്ച് വീഡിയോൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ പിന്നെ നമ്മളെ ഇമിഗ്രേഷൻ ക്ലിയറൻസിനും ബാഗേജ് കൊടുക്കാനൊക്കെ ആയിട്ട് ടിക്കറ്റ് എല്ലാം നോക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എന്തുവാണ് ഈ കാണുന്നത്, ഇതിൻ്റെ അകത്തു കൂടി പോകുമ്പോഴുള്ള എന്താ പറയുക കടകളാട്ടോ, ഷോപ്സ് ആട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ നാട്ടിലേക്ക് കുപ്പിയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ മേടിക്കുന്നത്, ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ലൂക്കാസിനാണ് ആദ്യം തന്നെ അവൻ്റെ ഒരു വീഡിയോ എടുത്തത് ഞാൻ. അപ്പോൾ അവർ വീഡിയോ എടുക്കരുതട്ട എന്ന് പറഞ്ഞു. പിന്നെ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ താഴ്ത്തി. പിന്നെ അവൻ 2 മണി പോകുന്നത് ഞാൻ ബാക്ക് ചെയ്യുന്ന നേരം വീഡിയോ ഒക്കെ എടുത്താൽ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ആയിരുന്നില്ലല്ലോ, നമ്മൾ തന്നെ എടുക്കണമല്ലേ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഓടിപ്പോയി നിന്നിട്ട് എല്ലാവരും എടുത്ത്. അപ്പോൾ സാനിപ്പേട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്ക് ചെറുതായിട്ട് പഞ്ചാബിൽ പോയി വന്നിരിക്കും, നല്ല രീതിയിൽ പനി പിടിച്ചിട്ടുണ്ട്. ആ പനിയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഞാനൊരു ഇൻട്രോയിൽ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പിടിച്ചിരുന്നു. അപ്പോൾ ആ പനിയാട്ടോ ഇത്. അപ്പോൾ ലൂക്കാച്ചൻ ഓടിപ്പോവാണ്. അപ്പോൾ ലൂക്ക് ഇതാ അതിൻ്റെ അകത്തെത്തി സീറ്റ് അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. ആരുടെയൊക്കെയോ ബാഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. അപ്പം ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് കർത്താവിനീത്തെ. അങ്ങനെ അവസാനം ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ചിട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ലൂക്കി മാത്രം ഉണ്ടായുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് തിരിച്ച് വരുന്നത് കേട്ടോ. അപ്പോൾ സീറ്റ് ഈ കാണുന്നതാട്ടോ സീറ്റ്. അപ്പം ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് അങ്ങനെ ഫ്ലൈറ്റ് എടുക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്. അപ്പം മുകളിൽ നിന്നുള്ള വീഡിയോ ആണ്. അപ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലോ ലൈറ്റ്സൊക്കെ കാണാൻ. അപ്പോഴേക്കും ഞങ്ങൾക്ക് സ്പെഷ്യൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂക്കാച്ചനും എനിക്കുമാണ് സ്പെഷ്യൽ ഫുഡ് ഓർഡർ ചെയ്തത്. ചേട്ടന് വേണ്ട, വിശക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ലൂക്കിന് ഓർഡർ ചെയ്ത് വെച്ചത് എന്തുവായിരുന്നു, ഒരു സ്പാനിഷ് ഓംലെറ്റ്, പിന്നെ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ലൂക്കിന് ഓർഡർ ചെയ്തത്. സ്പാനിഷ് ഓംലെറ്റ്, പിന്നെ എന്തോ ഒരു കട്ട്ലേറ്റ് പോലത്തെ ഒരു സാധനം, പിന്നെ എന്തൊരു മധുരമുള്ളത്, പിന്നെ എന്തോ ഒരു നമ്മുടെ കിഡ്നി ബീൻസിൻ്റെ ഒരു കറിയാട്ടോ അത്, അതായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. ആ ഞാൻ ജ്യൂസൊക്കെ എടുത്ത് കടിച്ച് തീർത്തിട്ടോ. പറയുമ്പോൾ തന്നെ കാര്യം വെള്ളം വന്നു. പിന്നെ ഒരു കേക്ക് പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് എനിക്കുണ്ടായിരുന്നു, ലൂക്കിനും ഉണ്ടായിരുന്നു കേക്ക് പീസ്. അപ്പോൾ അവൻ ആദ്യം തന്നെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ ഓംലെറ്റ് ഒരു പകുതി മുക്കാലും കഴിച്ചിട്ടോ അവൻ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ എൻ്റെ തുറന്നിട്ടോ. എനിക്ക് പറഞ്ഞത് ചിക്കൻ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, ചിക്കനൊക്കെ ഉള്ള ഒരു ചിക്കനാണ് മട്ടനായിരുന്നു അത് ഓർക്കില്ല കേട്ടോ ഞാൻ. റൈസായിരുന്നു, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ചില്ലി മസാല, ഒട്ടെരിവില്ലാത്ത ഒരു കറിയാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ എനിക്ക് മറ്റേ കേക്ക് പീസ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഇത് കഴിച്ചു. കുറച്ച് എനിക്ക് സനുപേട്ടൻ വിശന്ന് തുടങ്ങി കേട്ടോ. അപ്പം സനുപേട്ടൻ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തതേ കണ്ടോ. സഡനായിട്ട് വരുന്ന ഇൻസ്റ്റൻറ്റ് വെജിറ്റബിൾ ബിരിയാണി ഓർഡർ ചെയ്ത്
അതും കഴിച്ചിട്ടോ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. എനിക്കെന്താ പറയുക, എനിക്കത് കഴിച്ചിട്ട് തോന്നിയത് നമ്മുടെ പോട്ടിക്കറിയില്ലേ, അതായത് എന്താണ് കുടൽ കറിയില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് തോന്നുന്നു. അപ്പോൾ എന്താ ലൂക്കൊക്കെ ഉറങ്ങി. സനബേട്ടനെ ഉറക്കം വരണം കേട്ടോ, പക്ഷേ ഉറങ്ങാൻ പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ കുറച്ച് നേരം ഹെഡ്സെറ്റ് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോയത്. ഞാനതുകൊണ്ട് കുറച്ചിട്ട് പാട്ടൊക്കെ കേട്ടിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ വെളുപ്പിനായപ്പോഴേക്കും എത്ര മണിക്കാണ്, 3:30 4 മണി എന്തായപ്പോഴേക്കും ഞങ്ങൾ എത്തി കേട്ടോ. അപ്പോൾ ലൂക്കിനെ ഞാൻ വിളിച്ച് എണീപ്പിച്ച്, അവനെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പം മേടിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ. ഞാൻ മുടി അയച്ചിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് ഗെയ്സ്. അപ്പം നമ്മളിതാ നമ്മുടെ ബാഗേജ് ട്രോളി സാധനങ്ങളൊക്കെ പൊക്കുവാണ് കേട്ടോ. അതൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ എന്താ പറയുക, നാട്ടിൽ എത്തിയ ഉടനെ തന്നെ ചൂട് മനസ്സിലായിട്ട് നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോണ വഴിക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് അപ്പോൾ പിക്ക് ചെയ്യാൻ ഞങ്ങൾ ടാക്സിനായിട്ട് വിളിച്ചത്, കാരണം സർപ്രൈസ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ ആ സർപ്രൈസ് വീഡിയോ. അപ്പോൾ ഇത് സർപ്രൈസ് ആയ ഉടനെ തന്നെ വീഡിയോ എൻ്റെ ആവുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇരുന്നത് എൻ്റെ ആൻറ്റി അങ്കിളൊക്കെയാണ്. അപ്പോൾ ഇതാ അത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ചെറിയ വീഡിയോ, സർപ്രൈസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത്രേ ഉള്ളൂ. ബൈ.